ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഇതുവരെ നമ്മൾ ഷോർട്ട് വീഡിയോസാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇനി മുതൽ കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോസും കൂടെ ചെയ്യാമെന്ന് കരുതി. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ പുറത്തുള്ള വിറകടുപ്പിലാണെന്ന് നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നത്. ചക്ക കൊണ്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചക്ക നമ്മൾ ഓൾറെഡി വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് വളരെ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചക്ക വരട്ടിയത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്, എന്നാലും നമ്മൾ അല്പം ശർക്കര കൂടി മധുരത്തിനായിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരത്തിന് ശർക്കര പാനി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ചക്ക മാക്സിമം എടുക്കാമെന്ന് വിചാരിച്ചു. ചക്കയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ മുഴുവൻ ചക്കയും ഞാനതിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക കൂടെ പൊടിച്ചിട്ട്, ഏലക്ക പൊടി കൂടെ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചക്കപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന് ഞാൻ കുറച്ച് നാളികേരക്കൊത്തുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. ഇനി നമ്മൾ ചക്കപ്പം തയ്യാറാക്കുന്നത് ഈ ഇലയിലാണ് കേട്ടോ. ഇതിന് ഇടനയില അല്ലെങ്കിൽ വഴനയില, അങ്ങനെ ഓരോ പേരും പറയും. പണ്ടൊക്കെ ഇത് ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷെ ഇപ്പം അത്ര എളുപ്പത്തിൽ കിട്ടാനില്ല. ഈ ഇലയ്ക്ക് നല്ല പ്രത്യേകമായിട്ടുള്ള ഒരു അരോമയും ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ചക്കപ്പം ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്കൊരു ടേസ്റ്റ് നൽകുന്നത്. നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ചക്കയപ്പം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളൊക്കെ വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിയത് ഭയങ്കര സോഫ്റ്റാണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.